10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതെങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്രീൻ പീസ് എല്ലാം ഇട്ട് കൊടുത്തു. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. സിമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആ ഗ്രീൻ പീസിലേക്ക് ഈ മസാലകളെല്ലാം പിടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അതിനുശേഷം മല്ലിയില ഇട്ടിട്ട് ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി. തേങ്ങ ചേർക്കാത്ത ഗ്രീൻ പീസ് കറി റെഡി. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ ചേർക്കാത്ത ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്.